ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ കിഡ്സ് കോർണർ. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഒരു സ്പോഞ്ച് കേക്ക് വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ കോൺഫ്ലവർ 9 ടീസ്പൂൺ, പഞ്ചസാര 6 ടീസ്പൂൺ, മുട്ട 3 എണ്ണം, വാനില എസൻസ് 1 ടീസ്പൂൺ, ഉപ്പ് 1 നുള്ള്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്നതിന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്ക് വേണ്ടത് 2 ബൗളുകളാണ്. പിന്നെ നമ്മൾക്ക് വേണ്ടത് നമ്മളുടെ വാനില എസൻസിലോ മുട്ടയിലോ ഒന്നും നനവുണ്ടാകാൻ പാടില്ല. ഫ്രിഡ്ജിൽ വെച്ചതായിരിക്കരുത്, റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ബീറ്റർ ആണ്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലെങ്കിൽ വിസ്കോ ഉപയോഗിക്കാം. ഞങ്ങളിവിടെ 3 മുട്ടയുടെ മഞ്ഞയും വെള്ളയും ആയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞേനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇത് ബീറ്ററും വെച്ച് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്ററിൻ്റെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഹൈ സ്പീഡ് വരെ ആക്കിയെടുക്കണം. ലാസ്റ്റ് ഹൈ സ്പീഡ് വരെ ആക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര വീതം ഇട്ടിട്ട് കൊടുക്കണം. അത് ആ പാത്രം മുഴുവനായിട്ട് ഇട്ട് കൊടുക്കണം. ആ പാത്രത്തിലുള്ള പഞ്ചസാര മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ഹൈ സ്പീഡിലിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. വെള്ളയിൽ 5 സ്പൂൺ പഞ്ചസാര വരെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യാവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു വാനില എസൻസ് വെച്ച് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റ് ചെയ്തെടുക്കാം. വാനില എസൻസ് ചെയ്തതിന് ശേഷം അപ്പോൾ നമ്മളുടെ മുട്ടയുടെ വെള്ള അടിച്ചടിച്ച് ഒരു ക്രീമി പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് മുട്ടയുടെ മഞ്ഞ എടുക്കാം. അതിനുശേഷം അതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉപ്പിടുകയാണ്. ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ബീറ്ററും വെച്ച് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. മുട്ടയുടെ കളർ മാറി ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു വൈറ്റ് ഷെയ്ഡ് വരണം ബീറ്റ് ചെയ്തെടുത്ത്. അതിനുശേഷം നമുക്ക് വാനില എസൻസ് ഇട്ട് കൊടുക്കാം. ഒരു വാനില എസൻസ് കുറച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ വാനില എസൻസ് ഇട്ട് കൊടുക്കാം. വീഡിയോയിൽ കാണുന്നത് പോലെ അത്രയും ഇട്ട് കൊടുക്കണം. വാനില എസൻസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി വന്ന ആ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന മുഴുവൻ പഞ്ചസാരയും ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലോണം നമ്മളുടെ മുട്ടയുടെ വെള്ള നല്ല ക്രീമി പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. പതിയെ മിക്സ് ചെയ്യണം. കുറച്ച് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുകയാണ്. പതിയെ ഇട്ടിട്ട് മിക്സ് ചെയ്യണം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്യണം. നമ്മൾ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ല പതിയെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആ മുട്ടയുടെ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കണം. കട്ട് ആൻഡ് ഫോൾഡ് എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം.
കട്ട് ആൻഡ് ഫോൾഡ് രീതി എന്താ കുറച്ച് കോൺഫ്ലവർ ഇട്ട് ഇതിന് ശേഷം നമുക്ക് അതേ രീതിയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം നമുക്ക് പതിയെ ഇളക്കി കൊടുക്കണം. അത് ആ മുഴുവൻ കോൺഫ്ലവറും അതിലോട്ട് നമ്മൾ പതിയെ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് പിന്നെയും കോൺഫ്ലവർ ഇട്ട് കൊടുക്കണം. മിക്സ് ചെയ്ത് ഒരു ക്രീമി പരുവത്തിലായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളാണ് ആവശ്യം. അതിൽ ഞങ്ങൾ ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഇവിടെ ബട്ടർ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളൊരു വൈറ്റ് പേപ്പറിൽ എണ്ണ തേച്ചെടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ക്രീം നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്ന ആ പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ബബിൾസൊക്കെ പോകാൻ വേണ്ടി ഒന്ന് മുട്ടി കൊടുക്കണം. ഇതിൻ്റെ പകുതിയോളം ഭാഗം നമുക്ക് നിറച്ച് വെക്കണം. അല്ലെങ്കിൽ അത് പൊങ്ങി വരും. ഇനി ഞങ്ങളിവിടെ ബേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു ഇഡ്ഡലി പാത്രമാണ്. അതിൻ്റെ അകത്ത് മണ്ണിട്ടിട്ട് ഒരു റിങ്ങും വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് മണ്ണൊന്ന് ചൂടാക്കി എടുക്കണം. അതിനുശേഷം അരമണിക്കൂറോളം സിമ്മിലിട്ട് വെക്കണം. മണിക്കൂറിന് ശേഷം നമ്മളുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ഹെൽത്തി കേക്കാണിത്. ബേക്കിംഗ് പൗഡറൊന്നും ഉപയോഗിക്കാതെ നല്ല ഹെൽത്തി കേക്ക്, നല്ല സ്പോഞ്ച് പോലത്തെ കേക്കാണിത്. നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അയക്കുന്ന വീഡിയോ അതേസമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇറ്റ്സ് മീ മുഹമ്മദ് ഇർഫാൻ സൈനിങ് ഔട്ട്.